ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രയാഗ്രാജിൽ നടക്കുന്ന 2025 മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന ഭക്തർ ഭരണകൂടം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം ഭക്തർക്കുള്ള നിർദ്ദേശം നൽകിയത്. പ്രിയ ഭക്തരെ, ദയവായി നിങ്ങളുടെ അടുത്തുള്ള ഘട്ടിൽ പുണ്യസ്നാനം ചെയ്യുക. സംഘം ന്യൂസിലേക്ക് പോകാൻ ശ്രമിക്കരുത്. ഭരണകൂടം നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും ദയവായി പാലിക്കുകയും ക്രമസമാധാനം നിലനിർത്തുന്നതിൽ സഹകരിക്കുകയും ചെയ്യുക. ഇവിടുള്ള എല്ലാ ഘട്ടുകളിലും സ്നാനം നടക്കുന്നുണ്ട്. കിംവദന്തികൾക്ക് ചെവി കൊടുക്കരുത്. അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇത്രയുമാണ്. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്കിടയിൽ ബുധനാഴ്ച പുലർച്ചയോടുകൂടിയാണ് തിക്കിലും തിരക്കിലും പെട്ട 15 പേർ മരിച്ച അതിദാരുണമായിട്ടുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് UP മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എത്തുന്നത്. സ്ഥലത്തെ സ്ഥിതിഗതികൾ ഗുരുതരമല്ലെന്നും പരിക്കേറ്റവർക്ക് വൈദ്യചികിത്സ നൽകുന്നുണ്ടെന്നും സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാംക്ഷ റാണ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്രത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടെന്നും അപകട സാധ്യതകളുണ്ട് എന്നുമൊക്കെയുള്ള വാർത്തകൾ പ്രതികരിച്ചുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഇത് പറഞ്ഞത്. ഇപ്പൊ ഹജ്ജ് ഉംറ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടിക്കുഴയ്ക്കേണ്ടി. ഇപ്പോ ബഹുദൈവാരാധകരുടെ ആഘോഷങ്ങളായതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചിട്ടുള്ള ആഘോഷം, അതല്ലെങ്കിൽ ആചാരം, അനുഷ്ഠാനം, ഇതൊക്കെ ആയതുകൊണ്ട് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ഒരുപാട് വാർത്തകളും യൂട്യൂബ് വീഡിയോകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അല്ല, ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുമ്പോൾ ലിഫ്റ്റ് തകർന്ന ആളുകൾ മരണപ്പെടാറില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ആ സമയത്ത് എന്തുകൊണ്ടാണ്? ഏകദൈവാരാധനയാണല്ലോ, പടച്ചോനെ വിളിക്കാനാണല്ലോ പോകുന്നത്, പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടിയാണല്ലോ പോകുന്നത്. എന്തുകൊണ്ടാണ് അവിടുത്തെ അപകടങ്ങൾ ബ്രേക്ക് ചെയ്യാൻ, അതല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്താൻ അള്ളാഹുവിന് സാധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? ഇത് ബഹുദൈവാരാധകരുടെ ശരി, ഇതുകൊണ്ടല്ലേ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളും ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചും രംഗത്ത് വരാൻ കാരണമാകുന്നത്. ഇത് സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ്. ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാകും, ആചാരങ്ങൾ ഉണ്ടാകും, അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും. അതിനനുസരിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി, ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം നമുക്ക് വേണം. ഇത് മാത്രം മതി എന്ന് പറയുന്ന ഒരു നിലപാടിനെയല്ലേ നമുക്ക് എതിർക്കേണ്ടി വരുന്നത്, അല്ലേ? ഇപ്പോ ഹജ്ജിലും ഉംറയിലും അറഫ സമ്മേളനത്തിനിടയിലെ തിക്കിലും തിരക്കിലും പെട്ട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലേ? ജംറയിലെ പിശാജിന്റെ സ്തൂപങ്ങളാണെന്നും പറഞ്ഞ് പിശാജിനെ പ്രതിനിധീകരിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്തൂപങ്ങളിൽ കല്ലെറിയുന്നതിനിടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലേ? കഅബയിലെ തൊവാഫ് ചെയ്യുന്നതിനിടയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലേ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണ് എന്ന് പറഞ്ഞ് യോനിക്കല്ലിനെ മുത്തുന്നതിനിടയിൽ, ഹജറുൽ അസ്വദിനെ ഒന്ന് തൊടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് മനുഷ്യൻ മരണപ്പെടാറില്ലേ? ആ സമയത്തൊന്നുമില്ലാത്ത ഒരു മതവിദ്വേഷം എന്തിനാണ് ഇവിടെ നിങ്ങൾ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ടാണ് നമുക്കതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മഹാകുംഭമേളയിലെ തീപിടുത്തത്തെ സംബന്ധിച്ച് ടെന്റുകൾക്ക് തീയിട്ടു. അപ്പോൾ അത് ഖലിസ്ഥാൻ ഭീകരൻ തന്നെയാണ് ഇട്ടത്. അയാൾ തന്നെ ഏറ്റ് രംഗത്ത് വന്നിട്ടുണ്ട്. കുംഭമേളയിലേക്ക് പോകുന്ന തീവണ്ടിക്ക് കല്ലെറിയുന്നു. ഗോത്ര മോഡൽ, ഗുജറാത്ത് മോഡൽ ഒരു കലാപം ഉണ്ടാക്കാൻ, ഒരു യുദ്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രയാഗ്രാജിലെ കുംഭമേള റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ ആദ്യം തന്നെ അത് ആക്രമിക്കുമെന്നും കലാപമുണ്ടാക്കുമെന്നും അത് നടത്തരുതെന്നും ഒക്കെ പറഞ്ഞ്, പിന്നെ വഖഫ് ഭൂമിയാണ് ഇതൊക്കെ പറഞ്ഞ് മുസ്ലിം നേതാക്കൾ രംഗത്ത് വരുന്നു. ഇതിപ്പോൾ ഇസ്ലാമിക രാജ്യമായിട്ടില്ലല്ലോ. പാകിസ്ഥാനെയും ഇന്തോനേഷ്യയെയും ഒക്കെ പിന്തള്ളി ഇന്ത്യ ബയോളജിക്കലി 1ാം സ്ഥാനത്തേക്ക് ഇസ്ലാമികപരമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോഴേ വേണോ നിങ്ങളുടെ മതനിയമങ്ങളും കുത്തിത്തിരിപ്പുകളും ഒക്കെ സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ? അപ്പൊ മഹാകുംഭമേളക്കിടയിൽ ഏതാണ്ട് നമുക്കറിയാം 40 കോടിയോളം ജനങ്ങളെയാണ് പ്രയാഗ്രാജ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മഹാകുംഭമേളയ്ക്ക് സ്വാഭാവികമാണ്, ആളുകൾ കൂടും, തിക്കും തിരക്കും ഉണ്ടാകും. സാധാരണഗതിയിൽ അതിന് വേണ്ടുന്ന എല്ലാ പ്രിക്കോഷൻസും 7000 കോടി ഇറക്കി യോഗി ആദിത്യനാഥ് സ്വീകരിച്ചു കഴിഞ്ഞതാണ്. എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അപ്പോൾ തന്നെ ആ അപകടങ്ങളെ തരണം ചെയ്യാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും അതിനു വേണ്ടുന്ന പടയെ വരെ ഒരുക്കി നിർത്തിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന്
യോഗി ആദിത്യനാഥ് തിരികൊളുത്തിയത്. അദ്ദേഹത്തിന് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ടെന്റിന് തീ പിടിച്ച സമയത്ത് ഓടിയെത്തി അവിടെ എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു, എന്താണ് അതിന് വേണ്ടുന്ന പ്രതിവിധി എന്ന് നോക്കി, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് മതം കൊണ്ടുവരുന്നു. മനുഷ്യർക്കിടയിൽ അപകടങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മരണങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ എവിടെ ആർക്കുണ്ടായാലും അതിനകത്തേക്ക് മതം തിരുകുന്ന നിങ്ങളുടെ ആ ക്യാൻസർ ചിന്താഗതി ഉണ്ടല്ലോ, അതിനാണ് ഇവിടെ ചികിത്സ വേണ്ടത്. മുമ്പൊരിക്കൽ ഞാൻ എൻ്റെ ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത ആരാ ഉള്ളത്? പുറത്തുനിന്ന് ഫണ്ട് വരുന്ന പൊറോട്ട കെട്ടുകാർക്കൊന്നും പ്രത്യേകിച്ച് പണത്തിന് കുറവൊന്നും ഉണ്ടാകില്ല. പക്ഷെ എന്നെ പോലെ സാധാരണ അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മക്കളും കുട്ടിയും കുടുംബവും കൂട്ടുകുടുംബങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലെങ്കിലും നോക്കിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ഒരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഉസ്താദ് എന്ന് പറയുന്ന ഒരു മൈഗുണൻ വന്നിട്ട് ജാമിദായ്ക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്ന്, എന്ത് ദാരിദ്ര്യം. എന്നിട്ട് അവൻ തന്നെ പിറ്റേ ദിവസം ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്, ഒരു ഉസ്താദ് ആക്സിഡന്റിലും കണ്ടപ്പെടുകയോ രോഗം വരികയോ കണ്ട് ചികിത്സിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവരുടെയൊക്കെ തലയ്ക്കകത്തുള്ളത് മദ്രസ ബുദ്ധിയാണ്. ഇപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ മാത്രം സഹായത്തിന് വേണ്ടിയിട്ട് അർപ്പണബോധത്തോടു കൂടി വിളിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഒരു രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും മരണങ്ങളും രോഗങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പറയാം. അപകട മരണങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാ. അപ്പൊ ഞാൻ ഒരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചു. നമ്മൾ സാധാരണ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വർണം, അതല്ലെങ്കിൽ വാഹനങ്ങൾ, ഇനി വസ്തുവോ വീടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണയപ്പെടുത്തുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവനവന്റെ പ്രയാസങ്ങളെ ദൂരീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കയ്യിൽ ഒരു സ്വർണം ഉണ്ടെങ്കിൽ നമ്മൾ ആരാനോട് ഒരിക്കലും കൈനീട്ടാൻ പോകത്തില്ല. നമ്മളത് വിൽക്കുകയും പണയം വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ജാമിദായ്ക്ക് വന്നപ്പോൾ മാത്രം അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന്. അങ്ങനെ ഇതിനകത്തൊക്കെ മതം കടത്തി കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മതസംഹിതകളെ രൂക്ഷമായ രൂപത്തിൽ വിമർശിക്കേണ്ടി വരുന്നത്. ഇപ്പം മഹാകുംഭമേളയിൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നുള്ളെങ്കിൽ ബഹുദൈവാരാധകരുടെ വിശ്വാസമായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. ഇത് ഹജ്ജിനും ഉംറയ്ക്കും നബിദിനത്തിന്റെ റാലിക്കിടയിലും ഒന്നും വേണ്ട. കഴിഞ്ഞ വർഷത്തെ നബിദിനത്തിന് തൃശ്ശൂർ ജില്ലയിലെ ഒരു പള്ളിയിൽ കുറെ കമ്മിറ്റിക്കാർ തമ്മിൽ ഭയങ്കര ബഹളമാണ്. കസേരയൊക്കെ എടുത്ത് തലക്കെട്ടിച്ചിട്ട് എത്ര എണ്ണം ആശുപത്രിയിലായെന്നറിയാമോ? അതിന്റെ വീഡിയോസ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും പ്രചരിച്ചിരുന്നു. എന്താ വിഷയം? ഒരു വിഭാഗം പറഞ്ഞു നബിദിനത്തിന് നെയ്ച്ചോറും പോത്തിറച്ചിയും കൊടുക്കാമെന്ന്, മറ്റൊരു പറഞ്ഞു ചിക്കൻ ബിരിയാണി മതിയെന്ന്. മതി. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഉസ്താദന്മാരൊക്കെ മുണ്ടും തുണിയും ഇല്ലാതെയാണ് ഊട്ടിയത് അട്ടികൊണ്ടിട്ട്. കുറെ എണ്ണം തല പൊളിഞ്ഞ് ആശുപത്രിയിലുമായി, കുറെ എണ്ണം കയ്യും കാലും ഒക്കെ പൊട്ടലും ചീറ്റലും നീറ്റലും. അപ്പൊ ഇതൊക്കെ എല്ലാ മനുഷ്യർക്കിടയിലും ഉള്ളതാണ്. ആദ്യം നിങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടല്ലേ ആരാന്റെ അനൈക്യത്തെ സംബന്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബഹുദൈവാരാധകരുടെ ആരാധനയായതുകൊണ്ട് അള്ളാഹു കോപിക്കുകയായിരുന്നെങ്കിൽ ഈ 40 കോടി ജനങ്ങൾ അവിടെ എത്തും എന്നൊരിക്കലും പ്രയാഗ്രാജ് പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. ഇത്രയും വിജയകരമായ ക്രമീകരണങ്ങളോടുകൂടി ഭക്തരെ കേന്ദ്രീകരിച്ച് അവർക്ക് സുരക്ഷിതത്വം ഒരുക്കി മുന്നോട്ട് പോകാനും ആ നാടിന് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ പടച്ചവൻ വെറും പാഴാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി.